മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഈ യൂട്യൂബിലെ സ്പീച്ചിൻ്റെ ഇടയ്ക്ക്, അതുപോലെ പബ്ലിക് സ്പീച്ചിൻ്റെയും ഇടയ്ക്ക് ഭാരതീയ സ്ത്രീ സങ്കല്പത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കുന്തി മാതാവ് എന്ന സ്ത്രീ, അവരുടെ കപ്പാസിറ്റി നമ്മളൊക്കെ ധരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണെന്ന് പറയുകയുണ്ടായി. ധാരാളം വ്യക്തികൾ എനിക്ക് ഇമെയിൽ അയച്ചു. കുന്തിയുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് സാർ പിന്നീട് പറയാമെന്ന് പറഞ്ഞു, ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്താണ് കുന്തി മാതാവിന്റെ കപ്പാസിറ്റി എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. വളരെ ആകാംക്ഷയോടുകൂടി ചോദിച്ച ചോദ്യമാണ്. ഞാനൊരു സംഭവം പറയാം ഈ കുന്തി മാതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മഹാഭാരതത്തില് 18 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാഭാരത യുദ്ധം കഴിഞ്ഞു. പാണ്ഡവര് ഭാഗികമായി സന്തോഷത്തോടുകൂടിയും ഭാഗികമായിട്ട് ബന്ധുമിത്രാദികൾ മരിച്ച ദുഃഖത്തോടുകൂടിയും പട്ടണപ്രവേശനം നടത്തുന്നു. അവര് രാഷ്ട്രത്തിന്റെ ഭരണത്തിലേക്ക് അവര് കാലെടുത്ത് വെക്കുന്നു. രാജ്യത്തിലെ തിന്മകൾ പതുക്കെ പതുക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായുന്നു. വേദനിക്കുന്ന വേർപാടുകളെല്ലാം മറിഞ്ഞു തുടങ്ങിയപ്പോ ധർമ്മപുത്രരുടെ മനസ്സിൽ ഒരു വലിയ വേദന. ചാർവാകൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി ധർമ്മപുത്രരെ ചോദ്യം ചെയ്തിരുന്നു. ഹസ്തിനപുരത്തിലേക്ക് വരുമ്പോ ചാർവാകൻ എന്ന യുക്തിവാദി ചോദ്യം ചെയ്തത്, ധർമ്മപുത്ര, നിങ്ങൾക്കാരാണ് ധർമ്മപുത്രൻ എന്ന് പേരിട്ടത്? നിങ്ങൾ മഹാഭാരത യുദ്ധത്തിൽ ദ്രോണനെ കൊല്ലാൻ പച്ച നുണ പറഞ്ഞ വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ കൊന്ന അധികാര കസേരയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. നിങ്ങൾ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് ഭീഷ്മ പിതാമഹനെ കൊല്ലാനായിട്ട് അനുജനോട് ആവർത്തിച്ച ആളാണ്. നിങ്ങൾ രാജ്യത്തിന്റെ അധികാരത്തിന് വേണ്ടി മാത്രമാണ് ഗുരുജനത്തെ കൊന്നത്, ഭീഷ്മ പിതാമഹനെ കൊന്നത്. ഇത്രയും ജനതയെ കൊന്ന് നിങ്ങൾ ഈ പട്ടണപ്രവേശനത്തിൽ സന്തോഷത്തോടു കൂടി പോകുന്നത്, എത്ര ജന്മം നിങ്ങൾ തപസ് ചെയ്താലാണ് ഈ പാപമൊക്കെ തീരുക എന്ന് വിമർശനാത്മകമായി പബ്ലിക്കിന്റെ മുമ്പിൽ 10,000-4,000 പോലീസുകാരുടെ ഇടയിൽ വെച്ചിട്ടല്ല, പബ്ലിക്കിന്റെ മുമ്പിൽ, അവിടെ പോലീസുകാരൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ വിമർശിക്കുകയുണ്ടായിരുന്നു. അപ്പോ ധർമ്മപുത്രന്റെ മനസ്സിലതുണ്ട്. യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോ ധർമ്മപുത്രന്റെ അനുജന്മാരെ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം, ഒരു അശ്വമേധ യാഗം നടത്തണം. ഈ അശ്വമേധ യാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് യാഗത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത അശ്വമേധത്തിനുള്ളത്, ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തെ ധന്യമാക്കാൻ, രാഷ്ട്രത്തെ സമ്പുഷ്ടമാക്കാൻ, രാഷ്ട്ര ജനതയിൽ അഭിമാനമുണ്ടാക്കാൻ, രാഷ്ട്രത്തെ വിജയത്തിലേക്ക് നയിക്കാൻ, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രം ഭരിക്കുന്ന രാജാവ് എന്തെല്ലാം ചെയ്താലും അതിലുണ്ടാകാൻ സാധ്യതയുള്ള പാപങ്ങള് അത് പൂർത്തിയായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാനാണ് സാധാരണ അശ്വമേധ യാഗം നടത്തുക. അപ്പൊ അശ്വമേധ യാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചെയ്ത കർമ്മങ്ങളെ രാഷ്ട്രത്തിനായി സമർപ്പിച്ച് രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുന്നു എന്ന വിവരണം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഇതാണ് അശ്വമേധയാഗം. ഇവർ ഈ അശ്വമേധയാഗത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുന്തി മാതാവ് വന്നു, യുധിഷ്ഠിര, നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഉടനെ യുധിഷ്ഠിരൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു അശ്വമേധയാഗത്തെ കുറിച്ചാണ്. ഉടനെ കുന്തി മാതാവ് പറഞ്ഞു, ഇങ്ങനെ ഇത്രയും വലിയൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ സഹോദരന്മാരായിട്ട് മാത്രം ചർച്ച ചെയ്താൽ പോരാ. ആ വിഷയത്തെക്കുറിച്ച് ഉപദേശം തരാൻ പറ്റിയ ഒരു വ്യക്തിയെ നിങ്ങൾ അധ്യക്ഷനായിട്ടിരുത്തിയിട്ട് ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിവുള്ള വ്യക്തികളെ ക്ഷണിച്ചു വരുത്തിയിട്ട് വേണം ചർച്ച ചെയ്യാൻ. അധ്യക്ഷനായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ സദസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാവണം. ആ വിഷയത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അറിവുണ്ടാവണം. ആ സദസ്സിൽ വരുന്നവർക്ക് സ്വീകാര്യനായിരിക്കണം. അയാളുടെ കുലവും ഗോത്രവും പ്രവൃത്തിയും ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിന്റെ ചരിത്രവും ലോകം അംഗീകരിച്ച വിധത്തിൽ യോഗ്യതയുള്ളതായിരിക്കണം. ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്തും കണ്ടും അനുഭവിച്ചും അതിനെക്കുറിച്ച് പഠിച്ചും നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ കഴിവുള്ള വ്യക്തി ആയിരിക്കണം അധ്യക്ഷനായിട്ട് വരിക.
ഇനി അധ്യക്ഷനെ ഇരുത്തിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ്, ഇങ്ങനൊരു കർമ്മം നിങ്ങൾ ചെയ്യാനായിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് അതിനുള്ള സമ്പത്ത് നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. അങ്ങനെ ഒരു സമ്പത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു അധ്യക്ഷനെ വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൊടുത്തേണ്ട കാര്യമില്ല. ആ സമ്പത്തുണ്ടോ എന്നറിയാൻ ഇപ്പൊ ഖജനാവിലുള്ളത് എത്രയാണ്, ഈ കർമ്മം ചെയ്യാൻ വേണ്ടി വരുന്നത് എത്രയാണ്, അതിൻ്റെ വരവ് ചെലവുകൾ എത്രയാണ്, എത്ര പേര് വരാൻ സാധ്യതയുണ്ട്, ആ വരുന്നവരിൽ എത്ര പേർക്ക് ഇവിടെ താമസ സൗകര്യം കൊടുക്കേണ്ടി വരും, എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, ഈ യാഗം നടത്താനുള്ള മെറ്റീരിയലുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഡോക്യുമെന്റേഷൻ എന്താണ്, അതിനുള്ള ചെലവുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം തന്നെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. എസ്റ്റിമേറ്റ് തയ്യാറാക്കാതെ നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു കൂടിയിട്ടുണ്ട് കാര്യമില്ല. ഇനി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ അതിനു മുമ്പ് തന്നെ ആ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ്, ചെലവിനെ കുറിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ യോഗ്യതയുള്ള വ്യക്തികൾ ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയോ? ഇല്ല. അതിന് ഒരു മന്ത്രിയെയോ അതനുസരിച്ച് കണക്കുകൂട്ടാനും കാര്യത്തിനും കഴിവുള്ള സെക്രട്ടറിയെ ഈ ചുമതല ഏൽപ്പിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് നിങ്ങൾ പരിശോധിച്ച് ഈ യുദ്ധം കഴിഞ്ഞ ഹസ്തിനപുരത്തിലും അഥവാ ഇന്ദ്രപ്രസ്ഥത്തിലും ഇത്രയും വലിയ എക്സ്പെൻഡിച്ചറുകൾ മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സ് ഉണ്ടോ എന്ന് ഭംഗിയായിട്ട് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ വിളിച്ചിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറയണം. ആ എസ്റ്റിമേറ്റ് അയാൾ തയ്യാറാക്കുന്നത് ഇപ്പൊ ഈ രാജ്യത്തിൽ കരം പിരിക്കുന്നത് എത്രയാണെന്നും ഇനി ഇങ്ങനൊരു കാര്യം കൂടി വരുമ്പോൾ കരം പിരിക്കേണ്ടത് എത്രയാണെന്നും ആ കരം പിരിക്കുന്നതിൽ ജനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നും അറിയാൻ വേണ്ടി സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയെ ഫിനാൻഷ്യൽ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭംഗിയായിട്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയണം. അതറിയാതെ ഫിനാൻഷ്യൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. എസ്റ്റിമേഷൻ എടുക്കാതെ, ഫിനാൻസ് കാര്യങ്ങളെക്കുറിച്ചുള്ള എസ്റ്റിമേറ്റ് എടുക്കാതെ ഇങ്ങനെ ഒരു യാഗം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു യാഗം നടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ ഇറങ്ങി പുറപ്പെടാം. മാത്രമല്ല, ഇനി അഥവാ ഇങ്ങനെ ഒരു യാഗത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ തന്നെ അതിന് പറ്റിയ വൈദിക പണ്ഡിതന്മാരുണ്ടോ? വൈദികരുണ്ടോ എന്നുള്ളതല്ല. ഇപ്പൊ പള്ളിയിലച്ചന്മാരുടെ പേരാണ് വൈദികർ, കപ്പ്യാരുടെയും അതുപോലെ തന്നെ പാദ്രിയുടെയും പേരാണ് വൈദികർ. അങ്ങനെയുള്ള വൈദികരുടെ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് വൈദികരാണ്. അപ്പോ വേദപണ്ഡിതന്മാരുണ്ടോ? ആ വേദപണ്ഡിതന്മാരെ നമുക്ക് ലഭ്യമാകുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രാജഗുരുവിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രിയോർ ആയിട്ടുള്ള ഒരു റഫ് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറയണം. മാത്രമല്ല, ഇന്ന് നമ്മുടെ രാഷ്ട്രത്തില് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ധാരാളം പേരുണ്ടാവും. കാരണം യുദ്ധമൊക്കെ കഴിഞ്ഞതാണ്. ഈ രാഷ്ട്രം ഭരിച്ചിരുന്നത് തന്നെ അധാർമികരാണ്. അപ്പോൾ പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ അത്രയും പാവപ്പെട്ടവരുള്ള ഈ ജനത യാഗം നടത്തുന്ന വേളയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കൊടുക്കുമ്പോൾ ആ രാഷ്ട്ര ജനത പാവപ്പെട്ടവരെല്ലാവരും കൂടി തള്ളിക്കേറിയാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനവും റിസോഴ്സുകളും ഉണ്ടോ എന്ന് പരിശോധിക്കാതെ നിങ്ങൾ അശ്വമേധ യാഗത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ചിലപ്പോൾ അത് പരാജയപ്പെടും. അപ്പോ എത്ര പേര് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. പ്രസിദ്ധരായ വേദപണ്ഡിതന്മാരെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ടാക്സ് എത്രയാണ് കളക്ട് ചെയ്യുന്നത്, ഇനി എത്ര കളക്ട് ചെയ്യേണ്ടി വരും, അതിൽ ജനങ്ങളുടെ വേതനം എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കണം. മാത്രമല്ല, യാഗത്തിന് വരാൻ സാധ്യതയുള്ള പ്രഗത്ഭരായ രാജാക്കന്മാരെ തിരിച്ചറിഞ്ഞ് അവരുടെ ഗുണദോഷങ്ങൾ അവരെ പറഞ്ഞ് കേൾപ്പിച്ച് അവരെ സ്വീകരിക്കാൻ കഴിവുള്ളവ വ്യക്തികളുണ്ടോ നമ്മുടെ കൂട്ടത്തിലിപ്പോ? അർത്ഥം മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ? ഇപ്പോ മഗധ രാജാവ് വരികയാണെങ്കിൽ മഗധ രാജാവിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രവും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും മഹത്വവും അറിവും അദ്ദേഹം രാജ്യം ഭരിക്കുന്നതിന്റെ പക്വതയും പ്രത്യേകതയും എല്ലാം എടുത്തു പറഞ്ഞ് ആ രാജാതിരാജൻ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് അഭിമാനം തോന്നത്തക്ക വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ കഴിവും നേട്ടവും പറഞ്ഞ് അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് യോഗ്യതയുള്ള ഒരു
രാജകൊട്ടാരത്തിന്റെ ഭാഗത്ത് താമസിപ്പിക്കാൻ കഴിവുള്ള വ്യക്തികൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടോ? ഇത് ഉണ്ടോ എന്ന് നോക്കാതെ, നമ്മൾ ഈ യുദ്ധം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഹസ്തിനപുരത്തുണ്ടോ ഇന്ദ്രപ്രസ്ഥുണ്ടോ എന്ന് വ്യക്തമായിട്ട് അറിയാതെ നമ്മൾ വലിയ പണ്ഡിതന്മാരെയും രാജാക്കന്മാരെയും പ്രസിദ്ധരായവരെയൊക്കെ വിളിക്കുമ്പോൾ അവർക്കതൊരു ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ഇത്രയും വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണം കൊടുക്കാൻ പാകത്തിനുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള വ്യക്തികളുണ്ടോ, അത്രയും അധികം പ്രൊഡക്ഷൻ ഇപ്പൊ നാട്ടിൽ നടക്കുന്നുണ്ടോ, അത് ഇത്ര ദിവസം നീണ്ടു നിൽക്കുന്ന യാഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോർ ഹൗസുകളുണ്ടോ, ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കണം. ശരിക്ക് നമ്മളുടെയൊക്കെ ചിന്താമണ്ഡലത്തിൽ മഹാഭാരതം എന്നൊരു ഗ്രന്ഥം എങ്ങനെയാണോ പോകുന്നത്, അതൊന്നുമല്ല ശരിക്കും മഹാഭാരതം. നമ്മളെ എന്തൊക്കെയോ പഠിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായിട്ട് പഠിപ്പിച്ചിരിക്കുന്നു, ശരിയായിട്ടുള്ളതൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ ശരിക്കും ഈ കുന്തി മാതാവിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഓരോ കാര്യവും ശരിക്കും ഒരു അമ്മ കുന്തി എന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെയൊന്നും അല്ല. അവരെക്കുറിച്ച് തന്നെ ഒരു PhD തീസിസ് എടുക്കാനുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ്. അതിൽ ഞാനൊരു 7-8 ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. വിധവയായ കുന്തി മക്കളിൽ ധർമ്മബോധം ഉണ്ടാക്കിയത് സ്വയം ധർമ്മത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ്. അല്ലാതെ അവർ കാപ്പിയോ ചായയോ കൊടുക്കുമ്പോഴത്തേക്കും കഥ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ കഥ കേട്ടിട്ടല്ല ധർമ്മം പഠിച്ചത്. ധർമ്മശാസ്ത്രം പഠിച്ച ഒരു സ്ത്രീയാണ്. ചങ്കൂറ്റത്തോടുകൂടി ഭാരതത്തിലെ സ്ത്രീകൾക്ക് ഐഡിയൽ മോഡൽ എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ്. രാജ്ഞിയുടെ പദവിയിൽ കാര്യമായിട്ടിരുന്നില്ലെങ്കിലും, കുറച്ചു കാലം ഇരുന്നില്ലെങ്കിലും 2 ഭാര്യമാരിൽ, മാദ്രി കുന്തി എന്ന 2 ഭാര്യമാരിൽ ഒരു ഭാര്യയായിട്ടിരുന്നിട്ടും ധർമ്മശാസ്ത്രത്തിലെ ഏറ്റവും ചങ്കൂറ്റമുള്ള, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തില് അന്ന് പറഞ്ഞ ഉപദേശങ്ങൾ ഇന്നും പ്രാവർത്തികമാക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് കുന്തി മാതാവ്. ഇത് ദ്വാപരയുഗത്തിലെ കാര്യമാണെന്ന് ഓർക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് ചില യുക്തിവാദികളും ബുദ്ധിജീവികളും കുറെ കമ്മ്യൂണിസ്റ്റുകാരും മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് തീരെ തലയ്ക്കകത്ത് ഒന്നുമില്ലാത്തവരെ പോലെ സംസാരിക്കുമ്പോൾ ഇതുകൂടി ഒന്ന് അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.